ആകാശഗംഗയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. വരും വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടാകും. പ്രത്യേകിച്ച് ശനി, രാഹു, കേതു, അതുപോലെ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളിലെയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നതിനെപ്പറ്റി അറിയാൻ പലർക്കും താല്പര്യമുണ്ടാകും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിഷ ലോകത്ത് വരും വർഷങ്ങളിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു രാശിയെക്കുറിച്ചാണ്. ഇടവൻ രാശി 2026 മുതൽ 2030 വരെയുള്ള വരാനിരിക്കുന്ന 5 വർഷങ്ങൾ ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഭാഗ്യപരീക്ഷണങ്ങളും ഒക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, കൂടാതെ വരാനിരിക്കുന്ന ഏഴര ശനി എന്നിവയെക്കുറിച്ചുള്ള സമ്പൂർണവും കൃത്യവുമായ ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാരം ചെയ്യണം എന്നതിനെപ്പറ്റിയും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇടവൻ രാശിക്കാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ മുതൽ വരാനിരിക്കുന്ന 2027 മെയ് മാസം വരെയുള്ള കാലയളവ് നിങ്ങളുടെ കരിയറിൽ വളരെ ഒരു നിർണായകമായ കാലമാണ്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും കരിയറിൻ്റെയും ഒക്കെ നാഥനായ ശനി ഇപ്പോൾ നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിഷപ്രകാരം ഇത് വളരെ മികച്ച ഒരു സ്ഥാനമാണ്. ഏറെ നാളായിട്ടിരുന്ന ഉദ്യോഗക്കയറ്റം അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ എന്നിവയൊക്കെ ഈ കാലയളവിൽ സംഭവിക്കാവുന്നതാണ്. നിലവിൽ ജോലിയൊക്കെ ഇല്ലാതിരിക്കുന്ന ഇടവൻ രാശിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് 2027 മെയ് മാസത്തിന് മുമ്പായിട്ടൊക്കെ മികച്ച ഒരു ജോലിയൊക്കെ ലഭിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, രാഹു ഇപ്പോൾ നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ IT മേഖല, എഞ്ചിനീയറിംഗ്, മറ്റ് സാങ്കേതിക മേഖലകൾ, അതുപോലെ രാഷ്ട്രീയം, ഏജൻസി ബിസിനസ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം നല്ലൊരു വിജയത്തിൻ്റെ കാലമായിരിക്കും. കഠിനാധ്വാനത്തേക്കാൾ ഈ സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് വർക്കായിരിക്കും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടത്. ഇനി ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം, അതായത് 2027 ജൂൺ 3 ശനി നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇതോടെ ഇടവൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ ഒരു ആദ്യഘട്ടമൊക്കെ ആരംഭിക്കുന്നതാണ്. 2027 ജൂണിന് ശേഷം 30 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. കേൾക്കുമ്പോൾ ഭയമൊക്കെ പലർക്കും ഉണ്ടാകും. എന്നാൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. 12ാം ഭാവത്തിലെ ശനിയൊക്കെ മാറ്റം വരുമ്പോൾ ചിലർക്ക് വിപരീത ഫലങ്ങളൊക്കെ തരുമ്പോൾ മറ്റു ചിലർക്ക് നല്ല രീതിയിലുള്ള ഒരു ഭാഗ്യമാണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക്, അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഏഴര ശനിക്കാലം നല്ലതായിരിക്കും. അതുപോലെ വിദേശത്ത് നിന്നൊക്കെ വലിയ സാമ്പത്തിക ലാഭവും വിജയവുമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഒരു നാണയത്തിന് ഇരുവശമൊക്കെ ഉള്ളതുപോലെ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. ഏഴര ശനിയൊക്കെ കാരണം കാലുകൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളെ, അതുപോലെ അമിതമായ ചിന്തകളെ, ഉറക്കക്കുറവ്, അനാവശ്യമായ യാത്രകളെ എന്നിവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയത്ത് ചിലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. സംസാരിക്കുമ്പോഴൊക്കെ വാക്കുകളും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. രാഹുകേതുക്കളുടെ മാറ്റങ്ങൾ ഈ 5 വർഷത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. 2026 ഡിസംബർ മുതൽ 2028 ജൂലൈ വരെ രാഹു നിങ്ങളുടെ 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെങ്കിലും ചെറിയ തടസ്സങ്ങളും കാലതാമസവും ഒക്കെ നേരിടേണ്ടതായി വരുന്നതാണ്. ഭാഗ്യമൊക്കെ കുറച്ച് വൈകിയ ചിലപ്പോൾ നിങ്ങളെ തേടിയെത്തൂ. ഈ സമയത്ത് പിതാവുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാതെയും നോക്കേണ്ടതാണ്. മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ധൃതിയൊന്നും പിടിക്കാതെ മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെ ആലോചിച്ച് മാത്രം ചെയ്യുക. 2028 ജൂലൈ മുതൽ 2029 വരെ രാഹു 8ാം ഭാവത്തിലേക്ക് മാറും. ഇത് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഗവേഷണങ്ങളൊക്കെ നടക്കുന്നവർക്കും ജ്യോതിഷം പോലുള്ള ഗൂഢശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്കും മികച്ച ഒരു സമയമാണെന്ന് പറയാം. 2030 രാഹു 7ാം ഭാവത്തിലേക്ക് എത്തും. ഈ വർഷം പുതിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുകളോ ഒക്കെ ആരംഭിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ ഈഗോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തർക്കങ്ങളോ ഒക്കെ വരാതെ പങ്കാളിയൊക്കെ ചേർത്ത് നിർത്താനും ശ്രദ്ധിക്കേണ്ടതാണ്.
ഇത്രയും നേരം ചില വെല്ലുവിളികളെക്കുറിച്ച് ആണല്ലോ പറഞ്ഞത്. എന്നാൽ ഇടവൻ രാശിക്കാർക്ക് വരും വർഷങ്ങളിൽ ഏറ്റവും വലിയ കാവലായി നിൽക്കുന്നത് ദേവഗുരുമായ വ്യാഴമാണ്. 2030 വരെയുള്ള കാലയളവിൽ വ്യാഴം നിങ്ങളുടെ 3, 4, 5 എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തരുന്നതാണ്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ മൂലം സ്വന്തമായിട്ടൊരു വീട്, അതുപോലെ ഭൂമി അല്ലെങ്കിൽ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇടവൻ രാശിക്കാരുടെ സ്വപ്നങ്ങളൊക്കെ ഈ 5 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ഈ സമയത്ത്. മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്നാൽ സന്താനഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് 2027-28 വർഷങ്ങളിലൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥിയൊക്കെ കടന്നു വരാനും സാധ്യതയുണ്ട്. കൂടാതെ പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറി 2027 ജൂണിനൊക്കെ ശേഷം ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ പോകാനും സാധ്യതയുണ്ട്. ഇനി ഈ 2026 മുതൽ 30 വരെയുള്ള സമയങ്ങളിൽ എന്തൊക്കെ പരിഹാരമൊക്കെ ചെയ്താൽ കൂടുതൽ ഗുണം ലഭിക്കും എന്നതിനെപ്പറ്റി നോക്കാം. ജ്യോതിഷപ്രകാരം 7ാം ശനി എന്നത് നിങ്ങളെ തകർക്കുവാൻ ഉള്ളതല്ല, മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങളെയൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെയൊക്കെ സ്ഥാനം, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ, ഇതിനെയൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്ന. ഈ 5 വർഷ കാലയളവ് കൂടുതൽ ശുഭകരമാക്കാൻ വേണ്ടി ഉള്ള ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനിദേവൻ്റെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് ശനിയാഴ്ച തോറും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് 7ാം ശനി ദോഷങ്ങളെയൊക്കെ അകറ്റാൻ ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഉദിച്ചു വരുന്ന സൂര്യഭഗവാന് ജലമൊക്കെ അർപ്പിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ നിങ്ങളുടെ രാശിനാഥനായ ശുക്രന് വേണ്ടി ദേവീ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ വരാനിരിക്കുന്ന 5 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.